അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പോളിഗോൺ ഇവിടെ ഉണ്ട്. അതേപോലെ നിയാസിൻ്റെ BMC ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ക്രാങ്ക് നീ മാറ്റിയോടാ? ക്രാങ്കും മാറ്റി, കാസറ്റും മാറ്റി അല്ലേ? എത്ര രൂപയായി എല്ലാം പാടെ? 7000 രൂപ. ഇതെന്താ ഇവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണ്? പെഡലും മാറ്റി. ഈ പെഡലും ചേഞ്ച് ചെയ്തോ? പെഡല് MKSൻ്റെ. ഇത് എത്ര രൂപയുടെ? 2000. 2000 രൂപ. ഈ ഒരു സാധനത്തിൻ്റെ വിലയാണ് കേട്ടോ, 2000 രൂപ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം പ്രിയമുള്ളവരെ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു ന്യൂ ഇയർ റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നമ്മളൊപ്പം നിയാസ് ഉണ്ട്. നിയാസ് പോകുന്നത് അവിടെ. അപ്പോൾ 1-2 പേരും കൂടെ വരാനുണ്ട്. നമ്മളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈഡ് എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേലാറ്റൂർ, അതായത് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ, ആ ഭാഗത്തേക്കാണ് നമ്മൾ റൈഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് റിട്ടേൺ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 50-60 കിലോമീറ്ററോളം ആവും. അപ്പോൾ എന്തായാലും നമുക്ക് 1-2 പേരും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 5-10 മിനിറ്റും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും. ആര് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പോകും. കാരണം ന്യൂ ഇയർ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് റൈഡ് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റൈഡ് അവിടുന്ന് കുന്തിപ്പുഴന്ന് ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും നിയാസും പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ഷമീറും കബീറും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഗോപ്രോ ഒന്ന് ശരിയാക്കാൻ നിന്നു. ആ സമയം കൊണ്ട് നിയാസും കബീറും നല്ല ചവിട്ടി പോയി. ഷമീറിൻ്റെ തൊട്ട് പുറകിൽ വരുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ, അതായത് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഈ പൂക്കളൊക്കെ കൊഴിയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുപാട് നിറച്ച് അടിപൊളി നല്ല എന്താ പറയുക, കുറച്ച് മരങ്ങളുണ്ട്, വാഗമരങ്ങളും അങ്ങനെയുള്ള മരങ്ങളൊക്കെ. അപ്പോൾ അത് നല്ല ആ റെയിൽവേ സ്റ്റേഷനിൽ പൂവൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ നല്ലൊരു രസമാണ്. ചില സമയങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ ആൾക്കാർ അവിടെ പോയി വീഡിയോസൊക്കെ എടുത്ത് റീൽസിലും അതേപോലെ തന്നെ മറ്റുള്ള യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി നോക്കാം, നമുക്ക് അങ്ങനെയുള്ള സീനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നിങ്ങൾ വരാൻ കുറച്ച് ലേറ്റായില്ലേ, അതേ പറ്റിയത്. സാരല്ല, എന്നാലും ഏകദേശം ഇപ്പോൾ 8 മണിയായിട്ടല്ലേ ഉള്ളൂ. 8 മണിയായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മേലാറ്റൂർ ടൗണിലെത്തിയിട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. ഏകദേശം ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. നമ്മൾ ഒരു 6:30-ക്കൊക്കെ മണ്ണാർക്കാട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ്. പക്ഷേ കുറച്ച് ലേറ്റായി, 7 മണിയായി സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ റഹീംക്ക ഇവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു റഹീംക്ക. അല്ല, നമുക്ക് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. നേരെ മുമ്പിൽ റെയിൽവേ ക്രോസാണ്. റൈറ്റ്. ആരാത്? നിങ്ങളെപ്പോഴാണ് പെരിന്തൽമണ്ണെന്ന് എത്തി? 7:10. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ശരി പെരിന്തൽമണ്ണെന്ന്? 12 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? പക്ഷെ 12 കിലോമീറ്റർ റോഡ്. പക്ഷെ അത് നല്ല റോഡല്ലേ? ഇടയ്ക്ക് വിട്ടുവിട്ട് പോയി ഞാൻ കാണിച്ചു എന്ത് പാടാന്നറിയാം. ഞാൻ ഇടയ്ക്കൊക്കെ തള്ളി സൈക്കിൾ എടുത്തിട്ട്. റോഡ് ബൈക്ക് എടുത്തിട്ട് ഇറങ്ങിയത്? റോഡ് ബൈക്ക് എടുത്തിട്ടാണ് ഇറങ്ങിയത്? അറിഞ്ഞില്ലേ, ശരിക്ക് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന റോഡല്ലേ, മണ്ണാർക്കാട് നിന്ന് മേലാറ്റൂർ റോഡ് ഭയങ്കര സീനാണ് കേട്ടോ. സംഭവം കട്ടറൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, ഈ പാച്ച് വർക്ക് പാച്ച് ചെയ്തിട്ടേ
ആ റബ്ബറൈസ്ഡ് റോഡ് പൊളിഞ്ഞതിന് ശേഷം പിന്നെ അത് നേരായിട്ടില്ല. നമ്മളതുകൊണ്ട് തന്നെ ഈ റോഡിൽ കൂടുതൽ റൈഡ് വരാറൊന്നുമില്ലല്ലോ. പക്ഷേ നിയാസ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനുള്ളേ റഹീംക്ക, നിയാസ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ പറ്റിയ റോഡാണ് കിടന്നത്. കുറച്ച് എന്താ ഓഫ് റോഡല്ലേ. ഞാൻ കുറച്ച് ഒടുകുത്തി കയറിയിട്ട് തിരിച്ചു പോകും. ഞാൻ പോയില്ല. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. അതിന്റെ പേരെന്താണ്? നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ മേലാറ്റൂർ, അതായത് നിലമ്പൂർ റോഡ് തന്നെയാണ് അത് തോന്നുന്നത്. ആ റോഡിൽ നിന്ന് നമ്മളിങ്ങനെ റെയിൽവേ ക്രോസിൻ്റെ തൊട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയുണ്ട്. ഈ വഴി നല്ല ഒരു രസമുള്ള ഏരിയ ആണ് കേട്ടോ. കോൺക്രീറ്റ് ചെയ്ത റോഡാണ്, രണ്ട് സൈഡും പച്ചപ്പൊക്കെ ആയിട്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണെന്ന് തോന്നില്ല, പക്ഷേ അടിപൊളിയാണ്. അത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ജോയിൻ ചെയ്യൂല്ലേ? ഇതെന്താ എത്ര തോന്നെ ആൾക്കാർ ഇവിടെ? അങ്ങനെ നമ്മൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ നിറച്ച് വണ്ടികളുണ്ട്, ഒക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ആളുകൾ നിലമ്പൂർ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ട്. നല്ല രസമുള്ള റൂട്ടാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാനായിരിക്കണം. ഇപ്പോൾ നിലമ്പൂർ പാസഞ്ചറാണ് കേട്ടോ അത്. ഏതാണ് വണ്ടി? നിലമ്പൂരിക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയമൊന്നും നിർത്തിയിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 1-2 മിനിറ്റ് നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ട്രെയിൻ എടുക്കും. പെട്ടെന്ന് ട്രെയിൻ എടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ എന്താ പറയുക, നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ. രണ്ട് സൈഡും റെയിംക്കൊക്കെ തേക്ക് മരങ്ങളാണോ? എവിടെ റെയിംക്ക എവിടെ? തേക്കാണോ അത്? റെയിംക്കാനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മളിനി ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കാണുന്നവർക്കൊരു ബോറടിക്കണ്ട പറഞ്ഞിട്ടാണ് റെയിംഖാനോട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്തൊരു ട്രെയിൻ, ഒരു നിലമ്പൂർ ഭാഗത്തേക്കുള്ളൊരു ട്രെയിൻ അത് കൂടെ പോയി. അപ്പോൾ ചെറിയൊരു പാസഞ്ചർ ട്രെയിനാണ്. അപ്പോൾ ആ സമയത്ത് കണ്ടമാനം ആളുകളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരൊക്കെ പോയി ഫ്രീ ആയി. ഇനി അടുത്ത ട്രെയിൻ എപ്പോഴാണെന്നുള്ളതൊക്കെ അവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വാഗമരങ്ങൾ, ഇവിടെ നിറച്ച് വാഗമരങ്ങളുണ്ട്. ഈ വാഗമരങ്ങൾ പൂക്കുന്ന സമയത്ത് ഇതിൻ്റെ പൂവൊക്കെ താഴെ വീണിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വീണിട്ട് നല്ല രസമാണ് കാണാൻ, ചുമന്ന കളറിൽ. അപ്പോൾ ആ സമയത്തെല്ലാം വന്നിട്ട് ആൾക്കാർ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് റീലൊക്കെ ഇടാറുണ്ട്. ഈ ഭാഗത്തുനിന്ന് നിലമ്പൂരേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ള യാത്രയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ രണ്ട് സൈഡും ഇതേപോലെ മരങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഈ സ്ഥലം, അതായത് നിലമ്പൂരിക്ക്, ഇവിടുന്ന് നിലമ്പൂരിക്ക് യാത്ര പോകുന്നത് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ടോ മോനെ? കുറച്ച് പോയാണ്ടോ? എൻ്റെ വീട് എവിടെ? കുറേ വീടുകളുണ്ട് അല്ലേ? അവിടേക്കുള്ള വഴി എങ്ങനെ? ഈ റെയിൽവേ ഇത് തന്നെയാണോ വഴി? വേറെ റോഡ് ഉണ്ടോ അങ്ങോട്ട്? ഇല്ല. വണ്ടികളൊക്കെ പോകും അല്ലേ? ഓക്കെ. ഈ പ്ലാറ്റ്ഫോം മറ്റേ എന്താ പറയുക, റെയിൽവേ ട്രാക്കിലൂടെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു കൂടെയൊക്കെ വീടുകളുണ്ടാവും.
അത്യാവശ്യം വലിപ്പമുള്ള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ചെറിയൊരു സെറ്റപ്പ്, എന്താ പറയുക, ചെറിയൊരു പ്ലാറ്റ്ഫോമൊന്നുമല്ല. ഇവിടെ തുടങ്ങി ആ ഒരു എൻഡിലോട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൽ മുകളിലുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നുകൂടി ഇതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഗമരങ്ങൾ പൂക്കുന്ന സമയത്ത് തന്നെ വരണം കേട്ടോ. അപ്പോൾ വേറൊരു വൈബാണ്. ഈ ഏരിയയിൽ ഇതേപോലത്തെ റെയിൽവേ സ്റ്റേഷനുകൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് അങ്ങാടിപ്പുറം, പിന്നെ അതേപോലെ തന്നെ വല്ലപ്പുഴ, അതൊക്കെ ഇതേപോലെ ഏകദേശം കാണാൻ നല്ല രസമുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. ഈ ഭാഗത്തുനിന്ന് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ജയറാമേട്ടൻ്റെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്നുള്ള സിനിമയുടെയൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇനി ഇവിടുന്നാണോ അതോ അങ്ങാടിപ്പുറം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ എന്നുള്ളതൊരു ഡൗട്ടുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇവരെ ഇവിടെ നിന്നാണോ മറ്റേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്? കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്തൊക്കെ എനിക്കറിയാം. ഏകദേശം നിങ്ങൾ ആ സിനിമ കണ്ടവർക്ക് അറിയാം, ഏകദേശം ഇതേപോലൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അതിലുള്ളത്. പക്ഷെ എനിക്ക് ഡൗട്ടുണ്ട് ഇവിടെ നിന്നാണോ ഇനി അതോ വേറെ ഏതെങ്കിലും അങ്ങാടിപ്പുറോ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. സൗണ്ട് എഞ്ചിനീയർ റിയൽ സൗണ്ട് എടുക്കുന്നത് അതേപോലെ ഞാനും ബ്ലോഗ് ചെയ്യണമെന്നാണ് നിങ്ങൾ പെരിന്തൽമണ്ണ പോയത് നമ്മളൊരു നഷ്ടമാണ് കേട്ടോ. ഇതേപോലത്തെ റൂട്ട് മണ്ണാർക്കാട് വന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം മണ്ണാർക്കാട് വരെ അത് പൊളിക്കും. നമ്മൾ ഈ മേലാറ്റൂരി ഇതുള്ളതും കൊണ്ടല്ല ഇപ്പം 25 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. റഹീംക്ക പെരിന്തൽമണ്ണ എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. റഹീംക്ക ഞാൻ പറയാൻ മറന്നു, റഹീംക്ക മണ്ണാർക്കാട് നിന്ന് ജോലി ആവശ്യാർത്ഥം പെരിന്തൽമണ്ണയ്ക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മണ്ണാർക്കാട് പെഡലേഴ്സ് പോലെ റഹീംക്ക പെരിന്തൽമണ്ണയിലൊരു പെരിന്തൽമണ്ണ പെഡലേഴ്സ് ഉണ്ടാക്കും റഹീംക്ക? ഇല്ല, നമ്മൾ മണ്ണാർക്കാട് പെഡലേഴ്സ്. അതെ, അതന്നെയാണ്, അത് മാറില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടെ ട്രെയിൻ ടൈമുകളുണ്ട്, ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ എന്താ പറയുക, കറക്റ്റ് ഏത് ഭാഗത്തേക്കാണ്, നിലമ്പൂർ ഭാഗത്തേക്കാണോ അതേപോലെ ഷൊർണൂർ ഭാഗത്തേക്കാണോ പോകേണ്ടത്, ആ ട്രെയിനിൻ്റെ സമയമെല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചു പോകണം കേട്ടോ. ഒരുവിധം കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്ത് നമ്മൾ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഷൂട്ടൊക്കെ ചെയ്ത് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, അല്ലാണ്ട് ഒരു അടി പോവില്ല. നല്ല കനത്തിൽ പൊറോട്ട തന്നെ കഴിക്കേണ്ടി വരും. ടൈം കമ്മെല്ലാം സ്റ്റാർട്ട് ചെയ്താലോ പോലെ? എടുക്ക കബീർ, എടുക്ക വണ്ടി എടുക്കും. എന്ത് പറ്റി? പറഞ്ഞല്ലേ, ഈ ഏരിയയിൽ കൂടെ റൈഡ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. അതായത് അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ആ ഒരു വഴി ഏകദേശം കഷ്ടിച്ചൊരു 1/2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് റൈഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സൈക്കിൾ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. കാരണം നമുക്ക് അറിയില്ലായിരുന്നു, മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ വന്ന സമയത്ത് നമ്മളവിടെ സൈക്കിൾ കയറ്റി. അപ്പോൾ കയറ്റിയപ്പോൾ അന്ന് അവർ ഫൈനൊന്നും അടിച്ചില്ല, വാണിംഗ് തന്നു വിട്ടു. അപ്പോൾ വീണ്ടും നമ്മളിനി അത് ആവർത്തിച്ചിട്ട് വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. പൊറോട്ട കിട്ടിയിട്ടുണ്ട്. പൊറോട്ട അല്ലാണ്ട് ഒരടി മുന്നോട്ട് നീങ്ങില്ല. കറി വന്നിട്ടില്ല, കറി ഇവിടെ വരാനുണ്ട്. കറി വരുന്നതിൻ്റെ മുമ്പ് തന്നെ പൊറോട്ടയൊക്കെ ഒറ്റക്കെടുത്ത് കഴിക്കും. പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രഷാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല, പക്ഷെ എന്നാലും കറിക്ക് വേണ്ടി പറ്റിയ റഹീംക്ക കറി കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ റഹീംക്ക ഫുള്ള് തിന്നിപ്പോൾ. ഞാൻ പറഞ്ഞു നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ.
കറിയും വേണ്ട. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് കേട്ടോ. അത് ഹോട്ടൽ റോയൽ ഫുഡ്. പൊറാട്ട മീൻ കറിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം മണ്ണാർക്കാട്ടേക്ക് തന്നെ. അപ്പോൾ ഫസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം ഏകദേശം 9:15 അത്യാവശ്യം വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചുള്ള റൈഡ് എപ്പോഴും വെയിൽ കൊണ്ടിട്ടായിരിക്കും. ഏകദേശം ഇപ്പോൾ 30 കിലോമീറ്ററായി. ഇനി മണ്ണാർക്കാട്ടേക്കുള്ള ദൂരം 25 കിലോമീറ്റർ. നമ്മൾ രാവിലെ റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു 50-60 ഉള്ളിൽ റൈഡ് ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു അടിപൊളി ഡൗൺ ഹില്ലാണ് കേട്ടോ അത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കയറ്റം നല്ല ആയാസപ്പെട്ടാണ് കയറ്റിയത്. ഇറങ്ങുമ്പോഴുള്ളൊരു സുഖം അത് വേറെ ലെവലാണ്. സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് അറിയാം ഡൗൺ ഹിൽ ഇറങ്ങുമ്പോഴുള്ളൊരു ഫീൽ അത് വേറെ ലെവലാണ്. നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ ഏകദേശം മണ്ണാർക്കാട് എത്താറായി. ഒരു 4-5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചടച്ചുട്ടോ, ഭയങ്കര വെയിലാണ്. സോഡല്ലേ കുറച്ച് മിസ്സാക്കിയാൽ മതി. ചൂടത്ത് സോഡ സർവത്ത്. അപ്പോൾ നമ്മൾ തിരിച്ച് മണ്ണാർക്കാട് എത്തിട്ടോ. ഏകദേശം ഇപ്പോൾ 53 കിലോമീറ്ററായി. എന്തായാലും വീട്ടിലെത്തുമ്പോൾ 55 കിലോമീറ്റർ ആവും. ഇപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞു. വേറെ നേരെ പോവല്ലേടാ? നമ്മൾ നേരെ അതോ ആനമൂലി വഴി? അല്ല നേരെയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ വീട്ടിൽ പോകും. കബീറും ഷമീറും കച്ചമ്പാറ വരെ കൂടെ ചവിട്ടാണ്. അപ്പോൾ റൈഡ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഏകദേശം 55 കിലോമീറ്ററോളം റൈഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ന്യൂ ഇയർ റൈഡായിരുന്നു ഇന്ന്. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും